ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ജൂലൈ 5 തീയതി വെള്ളിയാഴ്ച. ഇന്നൊരു വാരാന്ത്യമാണ്. അതുപോലെ സെൻസെക്സിൻ്റെ എക്സ്പയറി ഡേ കൂടിയാണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്നുള്ളത് സെൻസെക്സ് 80,000 ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. നിഫ്റ്റിയും ഓൾ ടൈം ഹൈയിലാണ്. ബാങ്ക് നിഫ്റ്റി അതെ, എല്ലാ ഇൻഡെക്സുകളും അതിൻ്റെ പീക്കിൽ പോയി നിൽക്കുകയാണ്. എന്താണ് അടുത്തത് വരാൻ പോകുന്നത്? ഇനി ഈ റാലി കണ്ടിന്യൂ ചെയ്യുന്നതിന് മുൻപേ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നാണ് മിക്ക അനലിസ്റ്റുകളും പറയുന്നത്. എന്തായാലും നമ്മളും അതൊന്ന് പ്രതീക്ഷിച്ച് തന്നെ മാർക്കറ്റിൽ പങ്കെടുക്കണം എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്കായിട്ട് HDFC ബാങ്ക്, PNB, ഉജ്ജീവൻ SFC, അഹ്ലുവാലിയ കോൺട്രാക്ട്സ്, IR കോൺ, അതുകൂടാതെ കുറച്ചധികം സ്റ്റോക്കുകൾ കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, IDB ബാങ്ക്, RBL ബാങ്ക്, പൂനാവാല ഫിൻകോർപ്പ്, ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ്, ദെൻ റെയ്മണ്ട് മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ്, CG പവർ, ദെൻ BGR എനർജി സൊല്യൂഷൻസ്. ഇത്രയും കമ്പനികളാണ് ഇൻട്രാഡേയിലേക്ക് ന്യൂസ് ബേസ്ഡ് ആയിട്ട് പിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദെൻ കൊഫോജ് സിഗ്നിറ്റി ടെക്നോളജീസ് എന്ന കമ്പനിയുടെ 11.07% സ്റ്റോക്കുകളും വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു കൊഫോർജിന് അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ദെൻ കറൻസി ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ്, അതിൻ്റെ വോളിയം കുറഞ്ഞു വരികയാണ് എന്നൊരു റിപ്പോർട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കൂടുതൽ അറിവുള്ളവരൊന്ന് ഇതിൻ്റെ താഴെ ഷെയർ ചെയ്യുക. അതുപോലെ എന്നാൽ പറ്റുന്ന രീതിയിൽ ഡാറ്റ ഞാൻ കളക്ട് ചെയ്തിട്ട് അടുത്ത റിപ്പോർട്ടിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. സോ ഇതാണ് ഈ രാവിലത്തേക്കുള്ള കുറച്ച് ഹൈലൈറ്റ്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചത്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. അതേപോലെ യൂറോപ്യൻ മാർക്കറ്റാണെങ്കിൽ ക്ലിയർലി ബുള്ളിഷാണ്. മറ്റ് മാർക്കറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കോസ്പിയും ഹാങ്സങ്ങും മാത്രമാണ് ഗ്രീനിലുള്ളത്, ബാക്കിയെല്ലാം റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 24,388 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 381. ഏകദേശം 22 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. 24,392, 360 ഇന്നത്തെ ഡേ ഹൈ ലോ വന്നിരിക്കുന്നത്. കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 24,361 ഓപ്പണായ സ്ഥലത്ത് നിന്നും 19 പോയിന്റ് താഴെയാണ്. അതേസമയത്ത് ഇന്നലെ ക്ലോസ് ചെയ്തതിൻ്റെ മുകളിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്. ദെൻ ഇന്ന് നടക്കാനുള്ള ഗ്ലോബൽ ഈവൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ജർമ്മനി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മന്ത് ഓൺ മന്ത്, ഫ്രാൻസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മന്ത് ഓൺ മന്ത്, ഫ്രാൻസ് ബാലൻസ് ഓഫ് ട്രേഡ്, ഇറ്റലി റീറ്റെയിൽ സെയിൽസ്, യൂറോ ഏരിയ റീറ്റെയിൽ സെയിൽസ്, USA പാർട്ടിസിപ്പേഷൻ റേറ്റ്, USA നോൺ ഫാം പേറോൾസ്, USA അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, കാനഡ IV PMI, കാനഡ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. ഇത്രയും ഇവൻറ്റുകളാണ് ഇന്ന് വരാനുള്ളത്. അതുപോലെ ഇന്നത്തെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ നാഗ്പൂർ പവർ ഇൻഡസ്ട്രീസ്, ഇമറാൾഡ് ഫിനാൻസ്, മജന്ത ലൈഫ് കെയർ, 3 കമ്പനികളാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ളത്. F&O ബാനിൽ വന്നിരിക്കുന്നത് ആദിത്യ ബിർള ഫാഷൻസ്, ബന്ധൻ ബാങ്ക്, ഹിന്ദ് കോപ്പർ, ഇന്ത്യ സിമെൻറ്റ്, PEL, ഈ 5 കമ്പനികളാണ് F&O ബാനിൽ വന്നിട്ടുള്ളത്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,575 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഇന്നലെ മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,375 കോടിയുടെ നെറ്റ് സെല്ലിങ്ങുമാണ് കാഴ്ചവെച്ചത്. സോ 200 കോടിയുടെ ഒരു നെറ്റ് ബൈങ് ആണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നത്. ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5,633 കോടിയുടെ ബൈങ് ആണ് ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1,266 കോടിയുടെ ബൈങ് ആണ്. ഇനി ടോട്ടൽ ഈ മാസം 6,899 കോടിയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്ത് നിന്ന് എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 24,370 ഓപ്പണായി 67 പോയിന്റ് നഷ്ടത്തിൽ 24,302 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദെൻ 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 920 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു മുന്നേറ്റമാണ് അത്. ഈ മാസം ജൂലൈ മാസത്തിൽ 309 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്നലെ നോർമൽ CPR ആയിരുന്നു, അത് മാത്രമല്ല വിർജിൻ CPR ആയിരുന്നു. പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടില്ല. ഇന്നും നോർമൽ CPR ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട് വിർജിൻ CPR വന്നിട്ടുണ്ട്. അതിൻ്റെ
നോർമലി 2-3 ദിവസം വിർജിൻ CPR വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം അത് CPRനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണുള്ളത്, ഇപ്പോൾ മാർക്കറ്റ് മുകളിൽ നിന്നിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്, CPRന്റെ മുകളിലാണ്. സോ അതിൻ്റെ താഴേക്ക് ഇറങ്ങി വരും, അല്ലെങ്കിൽ താഴെയാണ് മാർക്കറ്റ് നിന്ന് ട്രേഡിംഗ് നടക്കുന്നതെങ്കിൽ അത് മുകളിലോട്ട് കയറിപ്പോയിട്ട് CPRനെ 3-ാം ദിവസം ക്രോസ് ചെയ്യാറുണ്ട്. സോ ഇന്ന് അങ്ങനെ സംഭവിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത് 12.86 പുട്ട് കോൾ റേഷ്യോയിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.9 ആയിട്ട് മാറിയിട്ടാണ്. ക്ലിയർലി ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 24,500 41 ലക്ഷം. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് 43 ലക്ഷമാണ് 24,000. അത് മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ 254 പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 164 പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 272 പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 89 പോയിന്റ് ലാഭത്തിലും ക്ലോസ് ചെയ്തു. ഇത്രയൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറിയാണ്, നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. സെൻസെക്സിന്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സ് ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കാഴ്ചവെക്കുന്നത്. സോ ഇന്നും അതേ രീതിയിലുള്ള മൂവ്മെന്റ് ആയിരിക്കുമോ എന്ന് നോക്കണം. രണ്ടാമത്തേത് ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്തായാലും സെൻസെക്സിന്റെ ഇന്നലത്തെ റേഞ്ചിനേക്കാളും വളരെ കൂടിയ ഒരു റേഞ്ചിലായിരിക്കും ഇന്ന് ട്രേഡിംഗ് നടക്കുക എന്ന് നമ്മളോട് റാസ് ലെവൽസ് പറഞ്ഞിരുന്നു. ഇന്നലത്തെ ഡേ ഹൈനേക്കാളും ഒരല്പം മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നു. അതുപോലെ ഇന്നലത്തെ ഡേ ലോനേക്കാളും വളരെ താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നും പറയുന്നു. അതായത് ഇന്നലത്തേതിനേക്കാളും വലിയൊരു റേഞ്ചിലാണ് ഇന്ന് ട്രേഡിംഗ് നടക്കുക. അതിൽ ഒന്നുകിൽ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കുന്ന ഡേ ഹൈ കിട്ടും, അല്ലെങ്കിൽ ഡേ ലോ കിട്ടും. എനിക്ക് തോന്നുന്നത് ഡേ ലോ ആയിരിക്കും കിട്ടുക എന്നുള്ളതാണ്. ഇനി മാർക്കറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ നോ ട്രേഡ് സോൺ CPRന്റെ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഇന്നലത്തെ ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഓപ്പണിംഗ് അവിടുന്ന് ഫർദർ താഴോട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് സെൻസെക്സ് നമുക്ക് സൂചിപ്പിക്കുന്നത്. റാസ് ലെവൽസ് നോ ട്രേഡ് സോണും CPRും തമ്മിലുള്ള കോമ്പിനേഷൻ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഒരു ബെയറിഷ് മൂവ്മെൻറ്റ്. ഇനി ന്യൂസിൻ്റെ ബേസിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരികയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇതിനകത്ത് ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നോ ട്രേഡ് സോൺ എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സോൺ ഉള്ളത് CPRന്റെ സോണാണ്. CPRൽ ഇവിടെ ഈ ഒരു സോണാണ് നിങ്ങൾ പുതിയ എൻട്രിക്ക് എടുക്കാതെ ഒഴിവാക്കി നിർത്തേണ്ടത്. അതിൻ്റെ നമ്പേഴ്സ് പറയുകയാണെങ്കിൽ 80,199 മുതൽ 80,93 വരെയുള്ള ഏകദേശം 100-110 പോയിന്റിൻ്റെ ഒരു സോണാണ് ഇവിടെയുള്ളത്. ഇതിൻ്റെ ഇടയിൽ പോയിട്ട് എൻട്രി എടുക്കാതെ സ്കിപ്പ് ചെയ്ത് പോകുക. അതിൻ്റെ ഒന്നുകിൽ ഈ 80-200 കട്ട് ചെയ്ത് മുകളിൽ കയറി കഴിഞ്ഞാൽ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ 80-90 കടന്ന് താഴോട്ട് പോവുകയാണെങ്കിലും എൻട്രി എടുക്കാം. ഇനി അടുത്ത ഒരു സപ്പോർട്ട്, മാർക്കറ്റ് ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് പോവുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നത് യെസ്റ്റർഡേ ലോ ആയിട്ടുള്ള ഈ ഒരു സോണിലായിരിക്കും. ഇത് 80,000 എക്സാക്ട്ലി 80,011 മുതൽ 79,986 വരെയുള്ള ഏകദേശം ഒരു 24 പോയിന്റിൻ്റെ ഒരു സോൺ ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കാനും സാധ്യതയുണ്ട്. ഇൻ കേസ് മാർക്കറ്റ് ഇത് പൊട്ടുകയാണെങ്കിൽ 79,500 എന്നുള്ള ഇന്നത്തെ ഡേ ലോ വരെയും മാർക്കറ്റ് ഇറങ്ങി പോകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. സോ 80,000 കട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. 79,924 വരെയും, അല്ലെങ്കിൽ ഇവിടെ റാസ് ലെവൽസിൻ്റെ ലോവർ ലെവൽ സപ്പോർട്ട് 928 ഈ 928 വരെയും 80,000 ഒരു ഹോൾഡ് ഉണ്ടാവും. അതിനുശേഷം താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 79,500 പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇനി ഇൻ കേസ് മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ യെസ്റ്റർഡേ ഹൈയിൽ നിങ്ങൾക്കൊരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കും. അതായത് 80,392ൻ്റെയും 80,364ൻ്റെയും ഇടയിലുള്ള ഒരു 28 പോയിന്റിൽ ആ ഒരു സോണിൽ നല്ലൊരു റിജക്ഷൻ വരാൻ എല്ലാവിധ സാധ്യതയുണ്ട്. അവിടെ നിന്ന് ഫർദർ അപ്രാലി പോവുകയാണെങ്കിൽ ഇന്ന് 80,590 വരെയും കയറി പോകാനും സാധ്യതയുണ്ട്. സോ ഒന്നുകിൽ 79,500 അല്ലെങ്കിൽ 80,600 ആ ലെവലിലേക്കാണ്. രണ്ടിലേതെങ്കിലും ഒരു സൈഡിലുള്ള ഒരു ടച്ചിങ് നമുക്ക് കിട്ടും. ഒന്നുകിൽ 80,600 ടച്ച് ചെയ്യും, അല്ലെങ്കിൽ 79,500 ടെസ്റ്റ് ചെയ്യും. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു രാവിലെ പറയാനുള്ളത്. അപ്പം കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.